ബാലകൃഷ്ണൻ ആരെയും നോക്കുന്നു? താൻ ഇതിനകത്തും കയറിയോ? എന്താ സാറേ? ഒന്നുമില്ല. ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനറിയാതെ മുങ്ങിക്കളഞ്ഞില്ലേ? പിന്നെ മുങ്ങാതെ ഞാൻ പോകുന്നിടത്തൊക്കെ തന്നെ എഴുന്നള്ളിച്ചോണ്ട് നടക്കണോ? സാർ ആരോടെ സംസാരിക്കുന്നത്? തന്നോടല്ലടോ, ഇയാളോടാ സംസാരിച്ചത്. ബാലകൃഷ്ണൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ തന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സഹോദര, എന്നെ വെറുതെ വിട്ടാരാ. തനിക്ക് എന്താ വേണ്ടത്? കാശാണോ? കാശാണേ പറ. ബാലകൃഷ്ണ, ഇനി എനിക്ക് എന്തിനാടോ കാശ്? പിന്നെ എന്താ എനിക്ക് വേണ്ടത്? നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തണ്ടേ? കോംപ്രമൈസ് ഉള്ളൊരു പുല്ലുമില്ല. താൻ ഇറങ്ങി പോടോ. ഇത് ഞാൻ പിടിച്ച ഓട്ടോ. തനിക്ക് വേണമെങ്കിൽ വേറെ ഓട്ടോ പിടി. സാർ ഒന്നിറങ്ങിക്കേ. എന്താ? എന്റെ പൊന്ന് സാറേ, ഞാൻ കാല് പിടിക്കാം. ദൈവത്തോടത്തുനിന്ന് ഇറങ്ങി തന്നാട്ടെ. ഒന്ന് ഇറങ്ങട്ടോ. ഓ ഏയ് ഇറങ്ങിക്കോ. വേണ്ട, തന്റെ സഹായം ഒന്നും വേണ്ട. എന്താ കാര്യം? ഇത് വട്ടന്മാരക്കേട്ട ഓട്ടോ അല്ല. വല്ല ആംബുലൻസ് പിടിച്ച് പോകാൻ നോക്ക്. താനെന്താ ആളെ കളിയാക്കുവാന്ന്? തലയ്ക്ക് സൂല വല്ല പ്രാദേശിക കിടക്കണോ? തലയ്ക്ക് സൂലാതെ തനിക്കാണോ? വണ്ടി നിർത്തണോ? പോയ ബാലകൃഷ്ണ, ഞാൻ കൂടെ നടക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഒരു പ്രേതം കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ആർക്കാലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? പിന്നെ ആയുഷ്കാലം മുഴുക്കത്താൻ എന്റെ കൂടെ നടക്കാൻ പോവാ. എത്ര കാലം കൂടെ നടക്കണം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ ഒപ്പം നടന്നേ പറ്റൂ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അടിച്ചാൽ നിന്റെ ചെവുക്കല്ല് പൊട്ടിക്കും. ചിരിക്കുന്നോ? എന്റെ സ്വഭാവം നിനക്കറിയില്ല. ദേഷ്യം വന്ന മഹാപിഴയാണ് ഞാൻ. തെണ്ടിയാണ്, ചെറ്റയാണ്. മര്യാദക്കെങ്കിൽ മര്യാദ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? ഒറ്റ ചവിട്ടിയാ വെച്ചെന്നുണ്ടല്ലോ. എന്നാ ചവിട്ട്. കുറെ നേരമായല്ലോ താനോട് കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? സോറി. സോറിയോ? തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും പോയി കിടക്കണു. ഈ ബഹളമൊക്കെ കൂട്ടുന്ന വല്ല കാര്യമുണ്ടോ? വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ. നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? നമ്മൾ തമ്മിലല്ലേ പ്രശ്നം. ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലേ? എന്ത് ബന്ധം? ആഹാ, അപ്പൊ അതും മറന്നോ? തന്റെ ഉള്ളിലിരിക്കുന്നേ എന്റെ ഹൃദയമാ. ഓഹോ, ഒരു ഹൃദയം തന്നെന്നുള്ള അധികാരമായിരിക്കും. ആർക്ക് വേണോ തന്റെ പൊട്ട ഹൃദയം? കൊണ്ടുപോയി പുഴുകി തിന്ന്. സോറി സിസ്റ്റേഴ്സ്. നിക്കടവിടെ. പാത്തും പതിയും വന്നാ നീ എന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നിന്നോട് കുഴി പോയി കിടക്കാൻ പറഞ്ഞതല്ലേ? സ്വന്തമായിട്ട് കുഴിയില്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കുഴി പോയി കിടക്കടാ. നിങ്ങൾക്കുണ്ടല്ലോ ഒരു കുഴി. പിന്നെ എന്തിനാ നിങ്ങൾ കറങ്ങി നടക്കുന്നത്? ഞാൻ കറങ്ങും ഉറങ്ങും ഒക്കെ ചെയ്യും. അതൊക്കെ എന്റെ ഇഷ്ടാ. ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ കാര്യം? കാര്യമുണ്ട്. നിങ്ങളെ പോലെ ഈ വീട്ടിൽ വരാൻ എനിക്ക് ഇത്തിരി അവകാശമുണ്ട്. അവകാശോ? എടാ, നായർ തറവാട്ടിൽ ഒരു നസാണി പ്രേതത്തിന് എന്താ അവകാശം? നസ്രാന്റെ ഹൃദയത്തിൽ നായർക്ക് വെച്ച എന്തേ അവകാശം ഉണ്ടാവില്ലേ? എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അച്ഛനും മോനും കൂടി കൈകോർത്ത് പിടിച്ച് മിറ്റത്തിങ്ങനെ ഒലാത്തുന്നത്. സത്യാണോ നീ പറയണേ? പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോ കാണിച്ചത് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇങ്ങോട്ട് പറയായിരുന്നില്ലേ? ചേട്ടൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കേറി പറയണ്ട കൊച്ചു കള്ള. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച് നിന്നോട് നന്ദി പറയണ്ട ഞാൻ. പോട്ടേട്ടാ, നിനക്ക് വിഷമായ? സാരമില്ല, ഞാൻ എന്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ. പണ്ട് ഏതോ കാർന്നൂര് ചെയ്ത ദുഷ്കർമ്മത്തിന്റെ പല മോക്ഷം കിട്ടാതെയുള്ള എന്റെ ഈ അലച്ചില്. ഞാൻ മരിക്കണ വരെ എന്റെ അച്ഛനായിരുന്നു ഈ മുറ്റത്ത്. ശാപം എനിക്ക് വെച്ച് മാറി അച്ഛൻ മോക്ഷം കിട്ടിപ്പോയി. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഭാഗ്യം വേണ്ട. എന്റെ ദാക്ഷായണിയും മക്കളെയൊക്കെ കണ്ട് എനിക്കിവിടെ ഇങ്ങനെ കറങ്ങി നടക്കാലോ. നീയാണ് അതിന് കാരണക്കാരൻ. എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും ഞാൻ ഈ മുറ്റത്ത് അവശേഷിക്കുന്നതും നീ കാരണ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ വെറുതെ ബാലകൃഷ്ണൻ ഒന്ന് കാണാമെന്നതാ. അത്രയല്ലേ ഉള്ളൂ. മോൻ പോയി കാണ്. പോയിക്കോ. പിന്നെ അവൻ ഉറങ്ങുക, ഉണർത്തണ്ടട്ടാ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ഇതെന്തൊരു ഉറക്കാത്? നേരെ എത്രയെന്നറിയോ? ബാലകൃഷ്ണ, എണീക്കുന്നു.
എടോ താൻ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നോടാരാ മുറിക്കകത്ത് വരാൻ പറഞ്ഞത്? എനിക്കെന്താ ഈ മുറിക്കകത്ത് വന്നൂടെ? പാടില്ല, പ്രേതങ്ങളൊക്കെ പുറത്ത് നിന്നാ മതി. ഇത് മനുഷ്യരെ ഉറങ്ങുന്ന സ്ഥലവാ. ഉറങ്ങിക്കോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല. സൂര്യനെ സൗകര്യം നോക്കിയാണോ ഞാൻ ഉറങ്ങി ഉടനെ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോൾ എനിക്ക്. താനാരാ ചോദിക്കാൻ? ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെവിടുത്തെ ന്യായം? നല്ല ഒന്നാന്തര ഒരു ഹൃദയ ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കമോൺ കെട്ടടേ ബാലകൃഷ്ണൻ. പറഞ്ഞു ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല. ആദ്യത്തെ കുറച്ച് ദിവസമേ വിഷമമൊക്കെ കാണുള്ളൂ, പിന്നീട് ഇതൊക്കെ ഒരു ശീലമായിക്കോളും. നടക്ക് നടക്ക് നടക്ക്. ആദ്യ എക്സസൈസ് നടക്ക്. തള്ളാണോ? ചായ കുടിക്കട്ടോ? ചായ കുടിക്കട്ടോ? വേണ്ട, ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ചെറുക്കനത് എന്ത് പറ്റി? 1 2 3. അയ്യോ കൈ തട്ടി. ഇനിയും 5 6 മതിയാ? പോരാ. 7 മതിയാ? മതി. നമുക്ക് ആ കൃഷ്ണക്കണിയനെ വിളിച്ചൊന്ന് പ്രശ്നം വെപ്പിച്ചു നോക്കിയാലോ? ഈ കവടിയും പളുങ്കും നിരത്തിയെന്ന് പറഞ്ഞ് കൂടിയ ബാധ വിട്ടുപോവോ? വെറുതെ കണിയാന് പൈസ കൊടുക്കാന്നല്ലാതെ. ചത്തവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കണ്ടാവും. അവന്റെ ജീവൻ പോയി നിങ്ങൾ തീർത്ത് പറയാൻ പറ്റുമോ? ഹൃദയം വേറൊരു ശരീരത്തിൽ ഇപ്പോഴും ബാക്കി നിൽക്കല്ലേ? കിടത്തി പൊറപ്പിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വിരട്ടി ഓടിക്കണം. ആ വേലുമൂപ്പനെ കൊണ്ടുവരാം. മൂപ്പന്റെ കയ്യിൽ അടങ്ങാത്ത ബാധയുണ്ടോ? ശിഷ്യ ജ്ഞാനേശ്വര, എന്തോ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. ഗതി കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഗതി കിട്ടാത്തത് നിന്റെ അച്ഛൻ. കുടത്തില് പാമ്പുണ്ടാവൂട്ടാ. ഹോം ഹോം ആ. ഹോം ആ, ഓം ഓം ബ്രഹ്മകടാഹ ഹിമകാരിണി മന്ത്രമനോച്ചരൂപനം. ചെല്ല് ചെല്ല്. സ്വാഹ. എവിടുന്ന് കിട്ടി ഈ പിച്ചക്കാരനെ? ചട്ടിയും കളൊക്കെ ഉണ്ടല്ലോ അവന്റെ. സ്വാഹ. ഓം ഹ്രീം കാരിണി ഹിമമഹേന്ദ്ര പുണ്യരാശിയും സ്വാഹ. പക്ഷിദോഷം, പർവ്വദോഷം, കാലദോഷം, ജലദോഷം, വായുദോഷം, നിണദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ഓം സ്വാഹ. കാളി കാളിന്റെ പേയും നീലി നീലിന്റെ പേയും പേയായ പേയെല്ലാം പോ. ഓം സ്വാഹ. ഹ്രീം കാരണീം. അയ്യോ, നീയാ? എന്താ ഇവിടെ? നിന്നെ ഒഴിപ്പിക്കാനുള്ള പണി എവിടെ നടക്കണേ? സർപ്പദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ആ തലയിൽ ചുവന്ന കെട്ടും കെട്ടിയിട്ടുള്ള എല്ലനില്ലേ, അവനാണ് പെശക. നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി. ആഹാ, അത്രയ്ക്കായോ? എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? നിന്നേക്കാൾ വലിയവനെ കണ്ടിട്ടുണ്ട്. അവനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒറ്റ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആഹാ, അത്രയ്ക്കായോ? അവൻ എന്റെ മോന്റെ അടുത്തേക്ക് വരണേ. ഞാൻ ചോദിക്കുന്നു, ഒഴിച്ചു പോട്ടോത്. എന്തേ? അവൻ എന്റെ മോനെ തല്ലണു. അവന് വേദനിക്കണ്ട. പിരിഞ്ഞു പോവാ. അടിക്കില്ലേ? മതി അടിച്ചത്. അടിക്കട്ടെ, എത്ര പറഞ്ഞു അടിക്കട്ടെ. അവൻ ഒഴിഞ്ഞു പോയാൽ മതി. അടിച്ചോ. ഒഴിഞ്ഞു പോവാ. നീ കാരണം അവന് തല്ലുകൊള്ളണേ. ഞാൻ അവന്റെ അച്ഛനാ. മരിച്ചുപോയെങ്കിലും എനിക്ക് തന്നുണ്ട്. ചെന്ന് പറയണ വേണ്ടാന്ന്. എടാ ചെല്ലാൻ. എന്തിനാ വെറുതെ തല്ലുകൊള്ളുന്നത്? ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് നിന്നെ വിട്ട് പോകാൻ സാധിക്കില്ല. നീ പോയില്ലേ? ഇല്ല. പോയില്ലേ? തളർന്നുറങ്ങാ പാവം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തുമാത്രം തല്ലാവൻ കൊണ്ടത്. നിനക്കെന്റെ മോനെ തൊടാൻ പറ്റൂലേ? നിനക്ക് അത്രയെങ്കിലും ആവൂലോ. ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോ
എപ്പോഴും ഞാൻ കൊതിക്കും എന്റെ ദാക്ഷായനിയും മക്കളും ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്, ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന് പലപ്പോഴും ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട്. ആ അവരുടെ ലോകത്ത് നമ്മളില്ലല്ലോ, അല്ലേടോ? അല്ല സാറേ, ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗം? ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല, അതല്ലേ എന്റെ പ്രശ്നം. അതെന്താ നിങ്ങൾ പേഴ്സണൽ പ്രേത? എടോ അതാണോ ഹൃദയബന്ധം. അവന്റെ ഹൃദയമല്ലേ എന്റെ നെഞ്ചത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാലോ. എങ്കിൽ പിന്നെ മരിച്ചുപോയ പലരെയും നമുക്ക് കാണാലോ. അവരുടെ ഹൃദയത്തിൽ നമുക്ക് വെച്ചാ പോരെ? അല്ല, അങ്ങനെ സംഭവിച്ചൂടാ ഇല്ല. ശാസ്ത്രം വളരെയല്ലേ. എടോ മണ്ടത്തരം പറയാതോ. ഉള്ള പ്രയത്നം എങ്ങനെയും ഓടിക്കാൻ നോക്കുമ്പോൾ അയാൾ പുതിയ പ്രയത്തെ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്. എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഒരു ഒലക്കയുടെ പ്രശ്നം റിസ്ക് ആണ്. ചിലപ്പോ സമാധാനം പറയേണ്ടി വരും. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ, ഓ പ്രേതങ്ങൾ ഉറങ്ങാറില്ലല്ലോ, വേണ്ട ഉറങ്ങുമ്പോ തന്നെ വേണമെന്നില്ല, ഒറ്റയ്ക്കിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പുറകിലൂടെ ചെന്ന് അവൻ കാണാതെ തലക്കൊരൊറ്റടി, ഒറ്റടിക്ക് തീരണം. ഒരിക്കൽ ചത്തതുകൊണ്ട് അല്ലയോടോ പ്രേതമായത്, പിന്നെങ്ങനെയാ കൊല്ലുന്നത്? ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. തന്നോട് ഉപദേശം ചോദിച്ച എന്നെ വേണം തല്ലാൻ. നിക്ക്, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. താൻ ഇവിടെ നിന്ന് ആലോചിച്ചോ. അല്ല നിക്ക്, അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? എബി. അപ്പൊ നസ്രാണി. പിന്നെ എളുപ്പല്ലേ? എങ്ങനെ? കുരിശ്. കുരിശ? അതെ, ഒരു കുരിശ്. കുരിശ് കണ്ടാൽ ഏത് നസ്രാണി പ്രേതവും പേടിക്കും. In the name of Jesus Christ, go away from this house. Come on, go away from this house. ഏയ് ബാലകൃഷ്ണ, മാറ്റി പിടിക്കേ. ആവശ്യമില്ലാത്ത പണി വേണ്ട. അപ്പൊ പേടിയുണ്ടല്ലേ? Hail Mary, full of grace, the Lord is with thee. Blessed art thou and blessed is the fruit of thy womb, Jesus. ബാലകൃഷ്ണ, അത് ആവശ്യമില്ലാത്ത കളി വേണ്ട. കുരിശ് കണ്ടാൽ ഏത് ക്രിസ്ത്യാനി പ്രേതവും പേടിക്കും. അതാണ് നിയമം. വലിയ ഡ്രാക്കുള പേടിച്ചിരിക്കുന്നു, പിന്നല്ലയോ ഡൂക്കിലി താൻ. വേണ്ട വേണ്ട, മാറ്റ് ബാലകൃഷ്ണ. ഒഴിഞ്ഞു പോ. കൊളേസ്യർക്കുള്ള ലേഖനം 3-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന് ശേഷം നിന്റെ ജീവൻ ദൈവത്തോടു കൂടി മറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് താൻ മാത്രം എന്തുവാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ബാലകൃഷ്ണ, തന്നെ ഒതുക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒല്ലൂർ പള്ളിയിൽ വെഞ്ചരിച്ച കുരിശാണിത്. കർത്താവേ ശക്തി തരണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഗോ അവേ ഫ്രം ദിസ് ഹൗസ്. ഐ സേ ഗോ. വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നാ പ്രഭാകരന്റെ അഭിപ്രായം. അതിനെന്താ, ചെറുക്കന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. എന്നാ പിന്നെ അമ്പലത്തിലെ സൗകര്യം അനുസരിച്ച് മുഹൂർത്തം അങ്ങോട്ട് കുറിക്കുക, അല്ലേ? ശുഭസ്യ ശീഘ്രം. എന്താ, കർക്കടം കഴിഞ്ഞ നടത്തിക്കൂടെ? ആയിക്കോട്ടെ, കർക്കടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണല്ലോ. അപ്പൊ പിന്നെ ഇറങ്ങല്ലേ, നേരായി. അപ്പെല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. അമ്മാവ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നീ എന്തൊക്കെയാ കേട്ടിരിക്കുന്നത് എനിക്ക് നിശ്ചയമില്ല. ഇനിയിപ്പോ സുജാതയുടെ കല്യാണക്കാരിയാണെങ്കിൽ ശരിയാ, ഞങ്ങൾ അതങ്ങടെ ഉറപ്പിച്ചു. അതിന് സുജാത സമ്മതിച്ചോ? ഇതെന്ത് ചോദ്യ ബാലകൃഷ്ണ? അവളുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ഈ കല്യാണം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അമ്മാവ, ഞാനും സുജിയും അത് നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിരുന്നല്ലേ? പണ്ട് കഴിഞ്ഞതും പടയെ ചത്തൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അവസ്ഥ നിനക്ക് തന്നെ അറിയില്ലേ ബാലകൃഷ്ണ? അമ്മാവൻ കരുതുന്നത് പോലെ ഞാൻ കരുതുന്നതല്ലോ, സത്യമല്ലേ? ശാസ്ത്രമൊക്കെ ശരിയാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമല്ലേ, ആയുസ് ഒടുങ്ങാതെ മരിച്ച ആ കൊച്ചന്റെ ഹൃദയം നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അതൊരു ഒഴിയാബാധയായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല, ദാനം കിട്ടിയ ഹൃദയത്തിന് എത്ര നാളത്തെ ആയുസ് ഉണ്ടാവുന്ന ഡോക്ടർമാർ ഉറപ്പും തന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അറിഞ്ഞും കൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് എന്റെ മോളെ വിട്ടു തരണം. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ. അവള് കണ്ണീര് കുടിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആവില്ല ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ അകത്ത് കയറിക്കും, കാപ്പിടിച്ചിട്ട് പോവാ. ബാലകൃഷ്ണ, ബ്രോ, തന്നോട് കുടിക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ല? താൻ പോടോ. ഈ അവസ്ഥയിൽ താൻ കുടിക്കാൻ പാടില്ല ബാലകൃഷ്ണൻ. വിഷമം വന്നാൽ ആരായാലും സ്വല്പം കുടിക്കും. വിഷമം വരുമ്പോ കുടിക്കാൻ താനാര്, ദേവദാസോ? ജീവിച്ചിരിക്കുമ്പോഴേ ഇതിനേക്കാൾ ഒരുപാട് ദുഃഖം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ കുടിച്ച് കൂത്താടിരുന്നെങ്കിലേ ഇന്ന് ഈ ഹൃദയം കൊണ്ട് തനിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമായിരുന്നോ? തന്റെ ഉപദേശം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ കുടിക്കും, തോന്നിയ പോലെ നടക്കും. ബ്രോ, അത്രയ്ക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വിടാല്ലോ പറഞ്ഞത്. ചവിട്ട് ഞാൻ. എന്റെ പേഴ്സണൽ കാര്യത്തിനെ ഇടപെടരുത്. ബാലകൃഷ്ണ, ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം. അത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം.
അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കരുത്. ചാവട്ടോ, ചാവാൻ വേണ്ടിയാ ഞാൻ കുടിക്കുന്നു. ഞാൻ കുടിക്കും. മാറോ, മാറാല്ലേ പറഞ്ഞത്? അത്രക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. മാറോ, എന്താണോ കാണിക്കണേ? മനുഷ്യന് കഴിക്കാനും സമ്മതിക്കില്ല. സോറി. സമാധാനമായല്ലോ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, പുറകെ വരരുത്, എന്റെ പുറകെ വരരുത്. ബാലകൃഷ്ണ ദേഷ്യപ്പെടരുത്. ബാലകൃഷ്ണൻ നന്മയ്ക്ക് വേണ്ടിയിട്ടില്ല ഞാൻ പറയുന്നത്. പോടോ, ബാലകൃഷ്ണ ഒന്ന് നിന്നേ. താൻ പോടോ. ബാലകൃഷ്ണൻ ഞാൻ പറയുന്നു പോവാനല്ലേ പറഞ്ഞത്? ബാലകൃഷ്ണൻ എനിക്ക് പറയാനുള്ളത് കേട്ടത് പൊക്കോ ബാലകൃഷ്ണൻ. ഇന്ന് ഞാൻ കൊല്ലും. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ബാലകൃഷ്ണൻ, സിസ്റ്ററെ, വാതിലും തുറക്ക്. അയ്യോ, അമ്മേ, അയ്യോ, അയ്യോ എന്ത് പറ്റി? പെട്ടെന്നൊരു വേദന. പിടിക്കണോ? ഒരുത്തൻ പിടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ. നമസ്കാരം സാർ. നമസ്കാരം. ഉറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ക്വാർട്ടേഴ്സിൽ കാണും. യെസ് ഡോക്ടർ. ചന്ദനവേൽ മാത്യൂസിന്റെ മോനല്ലേ? ദൂരെന്ന് കണ്ടപ്പോഴേ ഊഹിച്ചു. ഡോണ്ട് യു റിമെമ്പർ മീ? മെൻഡസ് കോട്ടേജിലെ ഫെർണാണ്ടസ്. ഓർക്കാൻ വഴിയില്ല. ഞാൻ മരിക്കുമ്പോ താൻ കുട്ടിയായിരുന്നു. മാത്യൂസിന്റെ അതേ ഛായ, തിരി തടി കുറവുണ്ടെന്ന് മാത്രം. എന്താ പേര്? എബി. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു സംഭവം? കാർ ആക്സിഡന്റ് ആയിരുന്നു. വെരി ഗുഡ്. മാത്യൂസ് ഇപ്പോ ഇല്ല, 4 വർഷമായി മരിച്ചിട്ട്. അപ്പൊ അയാളും ഇങ്ങോട്ട് പോന്നു അല്ലേ? സിംഗപ്പൂരിൽ നിന്ന് പോന്നതിന് ശേഷം എല്ലാ സൺഡേസിലും ഞങ്ങൾ ചന്ദനവേലി കൂടുമായിരുന്നു. തടിപാടൻ ഒറ്റയ്ക്ക് ഒരു കുപ്പി അകത്താക്കും. പിന്നെ തമാശയും പൊട്ടിച്ചിരിയും. അതൊക്കെ ഒരു കാലം. അങ്കിൾ എന്താ ഇവിടെ? ലോങ് 15 years. നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പ എന്റെ എമിലിക്ക് വേണ്ടി. ആ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുക. അവളിപ്പോ വരും. ഒറ്റയ്ക്കാക്കിയിട്ട് നേരത്തെ പോയില്ലോ എന്നുള്ളതിന്റെ പരിഭവ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണൂലോ. ഐ എം വെയിറ്റിംഗ് ഫോർ ഹർ. കഴിഞ്ഞു എന്നാ തോന്നണേ. കഴിഞ്ഞു. അവൾ ഇപ്പൊ വരും. Hello. For the last 15 years I was waiting for you, my dear. Hi too. Meet my Emily. Meet this gentleman, Mr. A.B. Matthew. Hello. ഹായ്. See you. See you.